Hi friends, welcome to Share Market in Malayalam. ഇന്നത്തെ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ വെബ്സൈറ്റിനെ പറ്റിയാണ്. ഒരുപാട് സ്റ്റോക്ക് സ്ക്രീനേഴ്സ് നമുക്ക് ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ സ്ക്രീനേഴ്സ് മിക്കതും ചെക്ക് ചെയ്തപ്പോൾ മിക്കതും ഫ്രീ ആണ്. ഇനി അവർക്ക് എന്തെങ്കിലും പെയ്ഡ് സർവീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് ആ സ്ക്രീനേഴ്സ് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഒന്നാമത്തേത് ഹൈ ഡിവിഡൻഡ് സ്റ്റോക്കിന്റെ സ്ക്രീനറാണ്. ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉള്ള സ്റ്റോക്കുകൾ. ചില ഇൻവെസ്റ്റേഴ്സ് 10% അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ഒക്കെ ഡിവിഡൻഡ് ഈൽഡുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ക്രീനേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ക്രീനറും തുറന്നു നോക്കാൻ സമയക്കുറവുണ്ട്. എന്തായാലും ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്കിന്റെ സ്ക്രീനർ നമുക്കൊന്ന് തുറന്നു നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് വേദാന്ത തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഈ ഇടയ്ക്കാണെങ്കിലും കൊടുത്തേക്കുന്ന ഭീകര ഡിവിഡൻ്റ് ആണ്. വേദാന്തയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഉണ്ട്. പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതുപോലെ PE, DE, ROE ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസും ഉണ്ട്. വേദാന്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് IOC ആണ്. IOC ഓക്കെ, എനിക്ക് ഇഷ്ടമാണ് IOC. ഇതൊരു ഗ്രോത്തോ അങ്ങനത്തെ ഒന്നും അല്ല, ഡിവിഡൻഡ് വെച്ചിട്ട് ഓക്കെയാണ്. അതുപോലെ കോൾ ഇന്ത്യ നന്നായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതാണ്. ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഗെയില്, അത് കഴിഞ്ഞിട്ട് പവർ ഗ്രിഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു വേദാന്തയുടെ ഡിവിഡൻഡ് വന്നേക്കുന്ന ഹിന്ദുസ്ഥാൻ സിങ്കിൽ നിന്ന് നല്ലൊരു ഡിവിഡൻഡ് വേദാന്തയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വേദാന്തയുടെ പാരന്റ് കമ്പനി അമേരിക്കയിലുണ്ട്. ആ കമ്പനി വേദാന്തയുടെ ഒരുപാട് ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ വേദാന്ത ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഒരുപാട് ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലുള്ള കമ്പനിക്ക് ഡിവിഡൻഡ് ഇനത്തിൽ നല്ലൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം ആ കമ്പനി അത്ര സുഖമായിട്ടല്ല റൺ ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദാന്ത ഹൈ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് അതിൻ്റെ കഥ വരുന്നത്. അപ്പം ഞാനിത് ഒരു ന്യൂസിൽ വായിച്ചതാണ്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അതുകൊണ്ടാണ് ഞാൻ വേദാന്ത ആദ്യമേ അങ്ങോട്ട് മെല്ലെ ഒന്ന് ചവിട്ടി ചെയ്ത്, ബാക്കിയെല്ലാം ഓക്കെയാണ്, ജെനുവിനാണ്. അപ്പോൾ ഈ ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉള്ള കമ്പനികൾ, നിങ്ങൾ FDO അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസ് കുറയുന്നത് നോക്കി ഒരു സപ്പോർട്ടിലേക്കൊക്കെ പലവട്ടം വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സൈക്കിൾ ആയിട്ടായിരിക്കും ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ആയിരിക്കില്ല മൂവിങ്, അതിങ്ങനെ അങ്ങനെ ആയിരിക്കും മൂവിങ്. വേദാന്തയുടെ എക്സെപ്ഷൻ ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഗ്രാഫാണ്, കുറച്ച് മോഡലിലേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇതേപോലത്തെ സ്റ്റോറികളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ നോക്കിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് സ്ക്രീനേഴ്സ് നോക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത സ്ക്രീനറിലേക്ക് പോകാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഓരോ സ്ക്രീനറുകളും നന്നായിട്ട് വിശദീകരിക്കാം കേട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ ഇത്. പിന്നെ ഒറ്റയടിക്ക് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇത് കണ്ടോ, മൾട്ടി ബാഗർ സ്റ്റോക്സ് ഇൻ ഇന്ത്യ. മൾട്ടി ബാഗർ അറിയാലോ, ചെറിയ സമയത്ത് തന്നെ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ചിലപ്പോൾ ഒരു വർഷത്തിൽ 4, 5 ഒക്കെ ഇരട്ടി മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ. അതിനാണ് മൾട്ടി ബാഗർ സ്റ്റോക്ക് എന്ന് പറയാം. ഇപ്പോൾ ഒരു വർഷം 100% തന്നെ പോയാൽ തന്നെ അതിനെ നമുക്ക് മൾട്ടി ബാഗറൊക്കെ ആയിട്ട് കണക്ക് കൂട്ടാം. മൾട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതലാണ്. അതുകൊണ്ട് ഒരു 200%, 300% അങ്ങനെയൊക്കെ പോകുന്ന സ്റ്റോക്കുകൾ ഇഷ്ടമാതിരി ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റുകളാണ് ഇവിടെ. അദാനിയുടെ സ്റ്റോക്കുകൾ ആദ്യമേ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒഴിവാക്കാം. ബാക്കിയുള്ള സ്റ്റോക്കുകൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ ABB ഇന്ത്യ ഒക്കെ നല്ല സ്റ്റോക്കാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ABB ഇന്ത്യ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. SRFന്റെ ഒക്കെ കഥ നമുക്കറിയാം. നല്ല രീതിയിൽ ഇങ്ങനെ കയറിപ്പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതിൽ നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി മൾട്ടി ബാഗർ പെന്നി സ്റ്റോക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ എന്തായാലും അത് തുറക്കുന്നില്ല. മൾട്ടി ബാഗർ പെന്നി സ്റ്റോക്ക് കുറേ സ്റ്റോക്കുകൾ ഞാൻ നേരെ തുറന്ന് നോക്കിയായിരുന്നു. നമ്മൾ ഒന്ന് സ്റ്റഡിയും കൂടെ ചെയ്താൽ മതിയാകും. എന്തായാലും നമുക്ക് കുറേ സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. അടുത്ത വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന കാറ്റഗറി വരുന്ന വാല്യൂ സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. അടുത്തത് ടോപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനീസ്. ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് സ്മോൾ ക്യാപ്പും അതുപോലെ തന്നെ മൾട്ടി ബാഗർ. ഭാവിയിൽ ലാർജ് ക്യാപ്പ് ആകാൻ സാധ്യതയുള്ള കമ്പനികളാണ് സ്മോൾ ക്യാപ്പ്. എല്ലാം ആവില്ല. അപ്പോൾ അതിലെ ടോപ്പ് കമ്പനികൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ബെസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റോക്സ്. ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞെന്ന് തോന്നുന്നു ഇലക്ട്രിക് വെഹിക്കിളിന്, എന്നാലും അതിൻ്റെ ഒരു സ്ക്രീനറുണ്ട്. ടോപ്പ് ഗ്രോത്ത് സ്റ്റോക്സ് ഇൻ ഇന്ത്യ. അടുത്ത ഡെപ്റ്റ് ഫ്രീ കമ്പനീസ്, കടമില്ലാത്ത കമ്പനികൾ. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ROE കൂടിയിരിക്കുന്ന കമ്പനികൾ. അടുത്തത് ഹൈ PE സ്റ്റോക്സ്. ഹൈ PE സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് സ്റ്റോക്സ് ആണ്. ആ സ്റ്റോക്സ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതായിരിക്കും. PE കൂടിയിരിക്കുന്ന, PE കുറഞ്ഞിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത് വാല്യൂ കാറ്റഗറിയിൽ വരും, വാല്യൂ സ്റ്റോക്ക് പിക്കിങ്ങിൽ വരും. എന്നാൽ ഇവിടെ PE കൂടിയിരിക്കുന്ന സ്റ്റോക്കുകൾ, ഞാൻ ഈ നല്ല ചാർട്ടുകൾ നോക്കുമ്പോൾ അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ എല്ലാം PE ഇൻട്രസ്റ്റ് PE കഴിഞ്ഞ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ നമുക്ക് ഇവിടെ കിട്ടും. ഡെപ്റ്റ് കുറച്ചുകൊണ്ടുവരുന്ന കമ്പനികൾ. ടോപ്പ് കമ്പനീസ് ഇൻ ഇന്ത്യ വിത്ത് ഡെപ്റ്റ് റിഡക്ഷൻ. ഏറ്റവും നല്ല കമ്പനികൾ തന്നെ കടം കുറച്ചുകൊണ്ട് വരുന്ന കമ്പനികളുടെ ലിസ്റ്റ് ഇവിടെ കിട്ടും. അതൊക്കെ സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നന്നായിട്ട് ബാധിക്കും കേട്ടോ. കടം കുറയുമ്പോഴത്തേനും സ്റ്റോക്ക് പ്രൈസ് കയറിപ്പോകും. ആൾക്കാർ ഇത് വായിക്കുമ്പോഴും അറിയുമ്പോഴും അങ്ങനെയുണ്ട്. അപ്പോൾ അത് നല്ലൊരു സ്ക്രീനറാണത്.
ലോസ് ടു പ്രോഫിറ്റ് കമ്പനീസ് അടുത്തൊരു നല്ല കമ്പനിയാണ്. ലോസ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കമ്പനി, അത് പ്രോഫിറ്റിലേക്ക് ആ കമ്പനി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കമ്പനികൾ. പിന്നെ ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് ഉള്ള കമ്പനികൾ മിക്കവാറും അദാനി ആയിരിക്കും. അദാനിയുടെ സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തായാലും നോക്കിക്കോളൂ, ഞാനെല്ലാം നോക്കിയിട്ടില്ല. അടുത്ത കടമില്ലാത്ത കമ്പനികൾ, ഡെപ്റ്റ് ഫ്രീ കമ്പനീസ് ഇൻ ഇന്ത്യ. അടുത്തത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനികൾ. ഇത് നമ്മൾ നോക്കുന്നതാണ്, അതായത് സെയിൽസ് ഗ്രോത്ത് നന്നായിട്ടുള്ള കമ്പനികൾ കൂടിക്കൂടി വരുന്നു. സെയിൽസ് ഗ്രോത്ത് കൂടിക്കൂടി വരുന്ന കമ്പനികൾ വളരെ ഇമ്പോർട്ടൻ്റ് സ്ക്രീനറാണത്. അടുത്തത് ഹൈ പ്രോഫിറ്റ് മാർജിൻ കമ്പനീസ്. പ്രോഫിറ്റ് മാർജിൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഏറ്റവും ഉള്ള കമ്പനികൾ. നല്ല സ്ക്രീനറാണ്. അത് ഫണ്ടമെന്റൽസിലാണ് പോയിരിക്കുന്നത്. ഇനി വാല്യുവേഷൻ സ്ക്രീനർ നമുക്ക് ഇവിടെ കാണാം. മോസ്റ്റ് അണ്ടർ വാല്യൂഡ് കമ്പനികൾ, ഓവർ വാല്യൂഡ് കമ്പനികൾ. ഇത് രണ്ടും നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഏണിങ്സ് വെച്ചിട്ടാണ്. ഇത് അടിപൊളിയാണ്. ഹിസ്റ്റോറിക്കൽ ഏണിങ്സ് വെച്ചിട്ട് അണ്ടർ വാല്യൂഡും ഓവർ വാല്യൂഡുമായിട്ടുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. മറ്റ് കാറ്റഗറി വെച്ചിട്ടും ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. ടോപ്പ് വാല്യൂ സ്റ്റോക്സ് ഇൻ ഇന്ത്യ അടിപൊളി സ്ക്രീനറാണ്. ഇനി മോസ്റ്റ് എക്സ്പെൻസീവ് സ്റ്റോക്സ് ഇൻ ഇന്ത്യ. അടുത്തത് ലോ പി ഇ സ്റ്റോക്സ് ഇൻ ഇന്ത്യ. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ലോ പി ഇ സ്റ്റോക്സ് മൾട്ടിബാഗർ ആകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ പി ഇ കുറഞ്ഞ സ്റ്റോക്കുകൾ അവിടുന്ന് കയറിപ്പോയാൽ അതാണ് ഈ 10% 20% ഒക്കെ കയറിയിട്ട് സ്റ്റോക്ക് പ്രൈസ് കയറുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ചാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. അപ്പോൾ അങ്ങനെ കയറാൻ സാധ്യതയുള്ള കമ്പനികൾ. എല്ലാ സ്റ്റോക്കും കയറുമെന്നല്ല, കയറുവാണെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോകും. അത് എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് ആ സ്റ്റോക്കിൽ വന്നാൽ അത് കയറിപ്പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ, അതായത് പി കുറഞ്ഞ കമ്പനികൾ. ഇനി ഹൈ പി ഉള്ള കമ്പനികൾ ഇപ്പം നിലവിൽ കയറിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. അപ്പോൾ അത് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് ആ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. അങ്ങനെ അത് പറ്റും, ഹൈ പി കമ്പനികൾ. ഇനി ലോ പ്രൈസ് ടു ബുക്ക് സ്റ്റോക്സ് ഇൻ ഇന്ത്യ, അതായത് ബുക്ക് വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പ് പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഹൈ പ്രൈസ് ടു ബുക്ക് വാല്യൂ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതിൻ്റെ സ്ക്രീനർ. അങ്ങനെ പോകട്ടോ, ഒരുപാട്. അപ്പോൾ ഞാൻ അടുത്തത് ബെസ്റ്റ് ലാർജ് ക്യാപ്പ് ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്സ് ഇൻ ഇന്ത്യ. അടിപൊളി സ്ക്രീനറല്ലേ, ലാർജ് ക്യാപ്പുമാണ്, ഡിവിഡൻഡ് ഈൽഡ് നന്നായിട്ട് കൊടുക്കുന്ന കമ്പനികൾ. അത് മിഡ് ക്യാപ്പിലേക്ക് വരുന്നുണ്ട്, അത് സ്മോൾ ക്യാപ്പിലേക്ക് വരുന്നുണ്ട്. ഡിവിഡൻഡ് പേ ഔട്ടിൽ നോക്കിക്കഴിയുമ്പോൾ ലാർജ് ക്യാപ്പിൽ വരുന്നുണ്ട്, മിഡ് ക്യാപ്പിൽ വരുന്നുണ്ട്, സ്മോൾ ക്യാപ്പിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ലാർജ് ക്യാപ്പ് ഡിവിഡൻഡ് ഗ്രോത്ത് സ്റ്റോക്ക് ഉണ്ട് മിഡ് ക്യാപ്പിൽ. അതങ്ങനെ പോകുന്നു. അതായത് ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീനേഴ്സ് ഉണ്ട്. ഇനി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീനേഴ്സ്, അതായത് ടോപ്പ് ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ, ടോപ്പ് IT കമ്പനീസ്, അതുപോലെ തന്നെ ടോപ്പ് സ്റ്റീൽ കമ്പനീസ്, FMCG കമ്പനീസ്, സിമെൻറ്റ് കമ്പനീസ്, ടോപ്പ് പെയിൻറ്റ് കമ്പനീസ്, ടോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ്, ടോപ്പ് ലോജിസ്റ്റിക് കമ്പനീസ്. ഇനി സീമോറും കൂടി ഉണ്ട്, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് സ്ക്രീനേഴ്സിൻ്റെ ഒരു തല്ലാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇനിയുണ്ട്, ഒരുപാടുണ്ട്. ഗുരൂസിലും ഓരോ ഓരോ വ്യക്തികളുടെയൊക്കെ അവരുടെയൊക്കെ ഒരു സ്റ്റഡി ഇത് വെച്ചിട്ടുള്ള സ്ക്രീനേഴ്സാണ്. ഫോർ എക്സാമ്പിൾ പീറ്റർ ലെഞ്ചിൻ്റെ സ്റ്റോക്സ് ഇൻ ഇന്ത്യ, പീറ്റർ ലെഞ്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റോക്കിൻ്റെ ഒരു സ്ക്രീനർ വെച്ചിട്ടുള്ളത്. ഇത് JSW സ്റ്റീൽ, അദാനി ടോട്ടൽ ഗ്യാസ്, ടാറ്റ സ്റ്റീൽ, വരുൺ, VBL ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രീനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ബെഞ്ചമിൻ ഗ്രഹാം വെല്ലിൻ്റെ വാല്യൂ സ്റ്റോക്സ്, ആ സ്ക്രീനർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ടെറി സ്മിത്ത്, അങ്ങനെ കുറേ ആൾക്കാരുടെ സംഭവങ്ങൾ അവൈലബിൾ ആണ്. അതിൽ കുറേ പേര് ഫേമസ് ആണ്, മിക്കവരും ഫേമസ് ആയിരിക്കും, എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും അല്ലേ, എനിക്ക് ഇത് 2-3 പേരെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ടുള്ള സ്ക്രീനേഴ്സ്, ടോപ്പ് NSE കമ്പനീസ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഇൻ ഇന്ത്യ, ടോപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനീസ്, അങ്ങനെ അത് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ടുള്ളത്. ഇനി സ്മോൾ ക്യാപ്പ് കമ്പനീസിൽ ഹൈ പ്രോഫിറ്റ് മാർജിൻ സ്റ്റോക്സ്, അങ്ങനെയുള്ള ലോ PE സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് ഇൻ ഇന്ത്യ, ടോപ്പ് സ്മോൾ ക്യാപ്പ് ഗ്രോത്ത് സ്റ്റോക്സ് ഇൻ ഇന്ത്യ, അങ്ങനെ കുറേ പോകുന്നു. ഞാൻ എല്ലാം ഓടിച്ചു വിടുകയാണ്. പ്രൊമോട്ടറിൻ്റെ അടുത്തേക്കും FIIസിൻ്റെ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീനേഴ്സ് ഉണ്ട്. അതായത് സ്റ്റോക്സ് റീസെൻ്റ്ലി ബോട്ട് ബൈ മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ, വളരെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള സംഭവമാണല്ലോ മ്യൂച്വൽ ഫണ്ടുകാർ വാങ്ങിയ സ്റ്റോക്കുകൾ. ഇനി മ്യൂച്വൽ ഫണ്ടുകാർ സെല്ല് ചെയ്ത സ്റ്റോക്കുകൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീസെൻ്റ്ലി വാങ്ങിയ സ്റ്റോക്കുകൾ, അവർ വിറ്റ സ്റ്റോക്കുകൾ, പ്രൊമോട്ടർ ഏറ്റവും കൂടുതൽ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ, പ്രൊമോട്ടർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ, പ്രൊമോട്ടർ സ്റ്റേക്ക് ഡിക്രീസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ, അങ്ങനെ പോകുന്നു. അടുത്ത IPO സ്ക്രീനറുണ്ട്, പുതിയ IPOs, പിന്നെ ബെസ്റ്റ് പെർഫോമിംഗ് IPO സ്റ്റോക്സ്. IPO ലിസ്റ്റ് ചെയ്തു, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ, അത് അടിപൊളി ഒരു സ്ക്രീനറാണ്. കാരണം അതിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് കിട്ടുമല്ലോ. IPO ഓക്കെയാണ്, അത് കഴിഞ്ഞ് ആ സ്റ്റോക്ക് പെർഫോമും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ബിഗിനിങ് കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ ആ സ്ക്രീനേഴ്സ് ഉണ്ട്. തീംസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ഡിഫൻസ് സ്റ്റോക്സ് ഇൻ ഇന്ത്യ, ഇത് കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാണല്ലോ, കുറേ പേരല്ല, ഒരാൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഡിഫൻസ് സ്റ്റോക്ക് അത് നോക്കാൻ പറ്റും.
ബെസ്റ്റ് ഫിൻടെക് സ്റ്റോക്സ്, അങ്ങനെ പോകുന്നു. ബെസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റോക്സ്, 5G സ്റ്റോക്സ്, ബെസ്റ്റ് 5G സ്റ്റോക്സ്, ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൂപ്പ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ടോപ്പ് അദാനി ഗ്രൂപ്പ് സ്റ്റോക്സ്, ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്സ്, മുകേഷ് അംബാനി ഗ്രൂപ്പ് സ്റ്റോക്സ്, AV ബിർള ഗ്രൂപ്പ് സ്റ്റോക്സ്, മഹീന്ദ്ര ഗ്രൂപ്പ് സ്റ്റോക്സ്, HDFC ഗ്രൂപ്പ്, അങ്ങനെ പോകുന്നു. ഇനി ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഈ ഒരു വെബ്സൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ സ്ക്രീനറുകളാണ് നമ്മൾ പരിശോധിച്ചത്. എല്ലാ സ്ക്രീനറിനെ താഴെ ഷോ ഓൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൽ കയറുക, ഇത് സ്റ്റഡി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും ട്രേഡിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വെബ്സൈറ്റിൻ്റെ പേര് ഇക്വിറ്റി മാസ്റ്റർ എന്നാണ്. equitymaster.com എന്ന് ഗൂഗിളിൽ അടിച്ചാൽ മതി, അല്ലെങ്കിൽ equitymaster.com/stock screener പിന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകും. കുഴപ്പമൊന്നുമില്ല. ഈ വെബ്സൈറ്റിൻ്റെ ഹോമിലേക്ക് നമുക്കൊന്ന് പോവാം. ന്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൽ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റോക്ക് സ്ക്രീനർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമ്മൾ നേരെ സ്ക്രീനിലേക്ക് വന്നു. അപ്പം മറ്റ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ, അതൊക്കെ ചെക്കൗട്ട് ചെയ്തോളൂ. സ്ക്രീനേഴ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.